ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു എന്ന സന്ദേശവുമായി രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് ഞായറാഴ്ച ഹിന്ദു ഏകതാ സമ്മേളനം നടക്കും. വൈകിട്ട് 4-ന് എൽമെക്സ് ഗ്രൗണ്ടിലാണ് സമ്മേളനം. ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്ന സന്ദേശവുമായി രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കായംകുളത്ത് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കും. കായംകുളത്ത് എൽമെക്സ് ഗ്രൗണ്ടിൽ വെച്ചിട്ട്, അതായത് ഏകതാ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന എൽമെക്സ് ഗ്രൗണ്ടിൽ വെച്ച് നാളെ വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനം നടത്തുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അഖില ഭാരതീയ തലത്തിൽ എല്ലാ ഗ്രാമാന്തരങ്ങളിലും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കായംകുളം കേന്ദ്രീകരിച്ച് കായംകുളം നഗരസഭയുടെ പരിപാടി എന്ന നിലയിൽ ഹിന്ദു സംഘടനാ നേതൃത്വങ്ങളെല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഒരു മികച്ച സമ്മേളനം നടത്തുകയാണ് നാളെ. ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം അധ്യക്ഷനായിട്ട് എന്നോടൊപ്പം ഉള്ളത് പ്രൊഫസർ സുനിൽകുമാറാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ഇതിനോടൊപ്പം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ R.V. ബാബുവാണ്. ഈ അവസരത്തിൽ അമൃതാനന്ദമയി മഠം സ്വാമികൾ, സ്വാമി വേദാമൃതാനന്ദപുരി സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം, തുടർന്ന് വിവിധ സന്യാസിവര്യന്മാരും വിവിധ ഹിന്ദു സമുദായ സംഘടനകളുടെ നേതൃത്വവും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഒരു മികച്ച സമ്മേളനമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് എൽമെക്സ് ഗ്രൗണ്ടിലാണ് സമ്മേളനം സംഘടിപ്പിക്കുക. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ R.V. ബാബു മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കും. മാതാ അമൃതാനന്ദമയി മഠത്തിലെ വേദാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രൊഫസർ R. സുനിൽകുമാർ അധ്യക്ഷനാകും. വിവിധ ഹൈന്ദവാചാര്യന്മാർ, സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. വനിതാ ഏകതാ സംഘത്തിന്റെ മെഗാ തിരുവാതിര, പുന്നപ്ര ഏകവീര കളരിപ്പയറ്റ് അക്കാദമിയുടെ കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ V. രഘുനാഥ്, ഗോപാൽജി, പ്രൊഫസർ R. സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.